കറി. അതൊരു രുചിയുടെ പപ്പടം കറിയൊന്നും വേണ്ട, അത് ഒരു രുചി. പഞ്ചസാരയും വേണ്ട, പപ്പടവും ദോശയും പപ്പടം ദോശ മാത്രം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട് പറണ്ടോട് കീഴ്പ്പാലൂർ. അപ്പോൾ ഈ സ്ഥലം അത്ര അധികാരിക്കും അറിയേണ്ടാവില്ല, ആര്യനാടൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ നമ്മളൊരു 7 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പേപ്പാറ ഡാമൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ആയിട്ടോ. നമ്മൾ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഡാമിലെ കാഴ്ചകളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഭയങ്കര നാട്ടുമ്പുറമാണ് ഈ പാലത്തിൻ്റെ മേലിൽ നിൽക്കുന്നത്. അടി തെറ്റിക്കഴിഞ്ഞാൽ തോട്ടിലേക്ക് വീഴും, അധികം വെള്ളമൊന്നുമില്ല. അപ്പോൾ എന്താ വിശേഷം എന്ന് വെച്ചാൽ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു കടയാണ്. അച്ഛനും അമ്മയും കൂടിയാണ് നടത്തുന്നത്. വിഭവ സമൃദ്ധമൊന്നുമില്ല, സാധാരണ സാധനങ്ങൾ, ദോശയും ചമ്മന്തിയും കിഴങ്ങ് കറിയും രസവടിയും ഒക്കെ. അത് 5 രൂപയ്ക്കാണ് ദോശയൊക്കെ കൊടുക്കണം. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് പങ്കുവയ്ക്കണത്. മുൻപ് ഊണെല്ലാം ഉണ്ടായിരുന്നു അല്ലേ? അതെ. എത്ര നാളായി കാണും ഇപ്പൊ കട തുടങ്ങിയിട്ട്? 44 വർഷമായി. 44 വർഷം. അപ്പൊ ഇവിടെ അല്ല അല്ലേ? വാടകയ്ക്കായിരുന്നു. ഇതിപ്പോ നമ്മുടെ വീട്ടിൽ തന്നെയാണ്. ഇന്നിപ്പോ എന്തൊക്കെയുള്ള കിഴങ്ങേറി ഇതൊക്കെ എല്ലാ ദിവസവും ഇതൊക്കെ തന്നെയാണോ? രാവിലെ 5 മണിയാകുമ്പോൾ തുടങ്ങും. ആ സമയത്ത് ആളുകൾ വരുവാ? ചിലപ്പോഴും വരും, ചായ കുടിക്കാൻ വരും. പിന്നെ വൈകുന്നേരം ചായ അല്ലേ? അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇടും. അപ്പൊ ദോശ ഉണ്ടാ വൈകിട്ട്? ഇല്ല, വൈകുന്നേരം ദോശ. വൈകുന്നേരം ദോശയില്ല. ഞായറാഴ്ച ദിവസം ഉണ്ടാ? എല്ലാ ദിവസവും ഉണ്ട്. വീട് തന്നെയാണ്ട് നമ്മളിവിടെ തന്നെ. അതെ. ഇതിന് എന്താ പറയണത്? മുട്ടക്കേക്ക്. നല്ലോണം വെന്ത് കിട്ടുള്ളൂ അല്ലേ? ഈ കൂട്ടി അങ്ങ് പെട്ടെന്ന് കളർ മാറിപ്പോ കരിഞ്ഞു. മതി, 2 എണ്ണം മതി. മതി. തേങ്ങ ചട്നി. ഇപ്പോൾ ദോശയും രസവടയും പപ്പടവും ഓംലെറ്റും കിഴങ്ങ് കറിയും ഒക്കെ കിട്ടിയിട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഞാൻ തിരുവനന്തപുരത്ത് മാത്രം എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന ചില സാധനങ്ങളിൽ അതുപോലെ തന്നെ ഒരു സാധനം. അതായത് ഈ രസവട ഇതിൽ പൊടിച്ച് പപ്പടത്തിൻ്റെ ഒരു കഷ്ണവും കൂടെ അതിൽ ചേർത്ത് ദോശ ഇങ്ങനെ കഴിക്കണം. ഓ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കോമ്പിനേഷനാണ്. തിരുവനന്തപുരത്ത് എത്തിയതിന് ശേഷം മാത്രം കഴിച്ച് പരിശീലിച്ചിട്ടുള്ളൊരു സംഗതി. പക്ഷേ വേറെ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് 1-2 പേർക്ക് കൊടുത്തപ്പോൾ അവർക്കൊന്നും അത്ര ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ അതൊരു ശീലമില്ലായ്മയാണ്. ഞാൻ പറഞ്ഞില്ലേ, കോഴിക്കോട് പോയപ്പോൾ എനിക്ക് രാവിലെ തന്നെ നോൺ വെജ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയപ്പോൾ എനിക്ക് പറ്റുന്നില്ല, എനിക്കത് അഡ്ജസ്റ്റ് ആവുന്നില്ല. എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഓരോ ശീലം നമ്മൾ കഴിച്ച് ശീലിച്ചത് കൊണ്ടായിരിക്കും. എൻ്റെ ഭയങ്കര ഫേവറേറ്റാണ് ഈ പറഞ്ഞ സാധനം. എന്നാൽ ദോശയും ചമ്മന്തിയായിട്ടൊക്കെ തന്നാൽ എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല. ഇതുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടം. കണ്ടോ, ഞാൻ പൊട്ടിച്ചിത്രമാക്കി. ഈ ദോശയ്ക്ക് 5 രൂപയുള്ളൂ കേട്ടോ. കാരണം മറ്റേ കുട്ടി ദോശയല്ല, ഇച്ചിരി വലിയ ദോശയാണ്. എന്നാലും ഇവിടെ 5 രൂപ തന്നെ ഉള്ളൂ. ഇത് കിഴങ്ങ് കറിയാണ്. ഈ കറി എടുത്ത് വെച്ചപ്പോൾ ശരിക്കും ഒരു ബീഫ് കറിയുടെ പോലത്തെ മണം തന്നെ കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ കഴിച്ചോക്ക. നമ്മളീ മസാലക്കറി എന്ന് പറയില്ല, അതാണെന്ന് തോന്നുന്നു. പിന്നെ ഇടിയപ്പത്തിനങ്ങ് ഭയങ്കര രസമായിരിക്കും. ഞങ്ങൾ ഇവിടേക്ക് വരുന്നതേ ഇത് നല്ലോണം കുറച്ച് ഉള്ളിലേക്കാണ്. ഞാൻ തമ്പാനൂരിൽ നിന്ന് നമ്മൾ പോരുമ്പോൾ 32 കിലോമീറ്ററാണ് ഇവിടെ വരെ കാണിച്ച ദൂരം. അപ്പോൾ ഇവിടുത്തെ ജിതിൻ, ഇവിടെ അച്ഛൻ്റെ പേര് ഗോപി എന്നാണ്, അമ്മയുടെ പേര് ഉഷ എന്ന് കേട്ടോ. അപ്പോൾ ജിതിൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയാണ്. അപ്പോൾ ഒരു കട, എൻ്റെ അച്ചാച്ചൻ്റെ ഒരു കടയുണ്ട്, ഒന്ന് വരുമോ എന്ന് ചോദിച്ചിട്ടൊരു ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് വന്നൊരു മെസ്സേജാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു എവിടെയാണ് സ്ഥലം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഇന്ന സ്ഥലം. അപ്പോൾ ഇതിൻ്റെ ചുറ്റിലും നമ്മൾ പേപ്പാറയിലൊക്കെ വേറെ കടകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സ്ഥലം ഇങ്ങനെ അറിയില്ല, ആദ്യമായിട്ട് വന്നേ. വന്ന വഴിക്കാണെങ്കിൽ നമ്മൾ രാവിലെ തന്നെ പോകുന്നത്. അപ്പോൾ വന്ന വഴിക്കാണെങ്കിൽ ഭയങ്കര തണുപ്പ്. ഇവിടെ ഒരു 7:20 ആയപ്പോഴേക്കും ഇവിടെ എത്തി. ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ നമ്മൾ ഈ മൂന്നാറിലും വയനാട്ടിലൊക്കെ ചെല്ലുമ്പോഴുള്ള മാരത്തെ തണുപ്പായിരുന്നു. പക്ഷെ ഇവിടെ ആ ഒരു ക്ലൈമറ്റ് ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ വരാൻ തുടങ്ങി. പൊന്മുടിക്കൊക്കെ പോകുമ്പോൾ ഇവിടെ നിന്ന് അടുത്താട്ടോ പൊന്മുടി, പേപ്പാറ ഡാം കാണാൻ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വരണമെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് രാവിലെ നല്ല വിറകടുപ്പിലുണ്ടാക്കുന്ന ചൂട് ദോശയും ചമ്മന്തിയൊക്കെ ഇതുപോലെ വാഴയിലേക്ക് കിട്ടും. പിന്നെ ഇങ്ങനത്തെ കുതിര ഗ്ലാസ്സിൽ ചായയും കിട്ടും. എന്താ കുതിര ഗ്ലാസ്. ഈ പറണ്ടോട്, ആര്യനാട് ഇങ്ങനത്തെ ഈ പ്രദേശത്തേക്കൊക്കെ വരുമ്പോഴേ
ഇവിടെ കുറേ ഭക്ഷണത്തിനൊരു പേര് കേട്ട കുറേ കടകളുണ്ട്. ഒന്നും രണ്ടൊന്നുമല്ല, നമ്മൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 5 എണ്ണമൊക്കെ ചെയ്തിട്ടുണ്ട്. ബീഫ്, പിന്നെ നാടൻ കോഴിയുടെ പെരട്ട്, തോരൻ, അങ്ങനെ പല പല സാധനങ്ങൾ. കാട്ടിലെ കട പോലെയുള്ള അങ്ങനത്തെ കടകൾ കുറേ കടകളുണ്ട്. അത് ഇപ്പോൾ തിരുവനന്തപുരത്ത് മാത്രം ഫേമസ് അല്ല, കേരളത്തിൻ്റെ ഏത് സ്ഥലത്തുള്ള ആളുകൾക്കും പേര് പറഞ്ഞാൽ അറിയാൻ പറ്റുന്ന കുറച്ച് കടകളുള്ള അത്രയും രുചികരമായ ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഈ പറഞ്ഞ പ്രദേശമൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെ ഇതേപോലെ വീടുകളിലൊക്കെ പശുവിനെ വളർത്തണ വീടുകളുമൊക്കെ. അപ്പോൾ അതിൻ്റെ ഈ കവർ പാലുകളൊന്നും ഇങ്ങടേക്ക് എത്തിയിട്ടില്ല. അപ്പം അങ്ങനത്തെ കുറേ നാട്ടുമ്പുറത്തിൻ്റെ എല്ലാ നന്മകളുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഒരുപാട് ഉള്ളിലേക്കുമാണ്, ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നല്ല രസവടയും ദോശയും ഒക്കെ കഴിച്ച് വെച്ച് നിൽക്കുക കേട്ടോ. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ പൊന്മുടിക്കോ അല്ലെങ്കിൽ പേപ്പാറ ഡാമൊക്കെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഇച്ചിരി രാവിലെയൊക്കെ വരുന്ന സമയത്താണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാട്ടോ. ചെറിയ പൈസയ്ക്ക് 50 രൂപയ്ക്കും 40 രൂപയ്ക്കും ഒക്കെ വയറ് നിറച്ച് ഭക്ഷണം കിട്ടുന്ന കൊച്ചിടങ്ങളാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ അച്ഛനും അമ്മേനെയൊക്കെ കണ്ടോ, അവരുടെയൊക്കെ എന്ന് വെച്ചാൽ നല്ല പ്രായം മുതൽ അവർ ഇങ്ങനെ ഈ അടുപ്പും ചോട്ടിൽ കഴിയുന്ന ആളുകളാണ്. ഇപ്പോഴും അതിൽ നിന്നൊന്നും ഒരു മോചനമൊന്നുമില്ല. മക്കളെയൊക്കെ കല്യാണം കഴിപ്പിച്ചു, കൊച്ചുമക്കളൊക്കെ ആയി. ഒരു പക്ഷേ ഇവർക്ക് പലർക്കും ഇനി വെറുതെ ഇരുന്നാൽ മതിയാവും, മക്കളൊക്കെ സംരക്ഷിക്കുന്ന ആളുകളൊക്കെയാണ്. പക്ഷേ എങ്കിൽ പോലും അതൊക്കെ ചെയ്യാനുള്ളൊരു മനസ്സാണ്. അവരുടെ ഒരു നല്ല പ്രായം മുഴുവൻ ജീവിതമാർഗമായിരുന്ന കാര്യം പെട്ടെന്ന് നിർത്തണ്ടെന്ന് വെച്ചിട്ട് തുടർന്നു പോകുന്ന ആളുകളാണ്. അപ്പോൾ അത് വെറുതെ ഒരു ബിസിനസ് നടത്തുന്നവരല്ല, അത് മനസ്സിൻ്റെ ഒരു സന്തോഷം പിന്നെ സ്നേഹം ഒക്കെ കൂടി ചേർത്തിട്ടാണ് ഇവരൊക്കെ വിളമ്പുന്നത്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുക. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം. Đây